ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ വാങ്ങിയ ഒരു കൂളറിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കൂളർ ഞങ്ങൾ ഫ്രിഡ്ജിനൊപ്പം തന്നെ വാങ്ങിയതാണ്. ഫ്രിഡ്ജിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അത് അതിനൊപ്പം തന്നെ കൂളർ ഇരിക്കുന്നുണ്ട്. ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂളറിന് ഏകദേശം ഒരു 6500 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് തന്നെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജാണെങ്കിലും കൂളറാണെങ്കിലും രണ്ടും ഇൻസ്റ്റാൾമെൻറ്റ് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ വരുന്നത് ഫാനിന് ഒരു ബട്ടൺ ഉണ്ട്, ഹൈ, ലോ, മീഡിയം. ഇത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് സ്വിങ് ഓൺ ഓഫ് എന്ന് പറയുന്നത്. ഇത് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് വാട്ടർ പമ്പാണ്. ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പമ്പ് കൊടുക്കുമ്പം അത് വർക്ക് ചെയ്യും. അതായത് ഇതിനകത്തൊരു പമ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഫീച്ചേഴ്സ്, 3 ബട്ടൺ അല്ലെങ്കിൽ 3 നോബാണ് ഇതിനുള്ളത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തോടെയാണ്. ഇതിനകത്ത് കണ്ട, അത് നമുക്ക് ഇതിനെ കൈയോട് 2 സെക്ഷനായിട്ടാണ് വരുന്നത്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുകളിലോട്ട് കാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിനൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഫാന്, അതിനുള്ളിൽ തന്നെ ഒരു പമ്പുണ്ട്. വാട്ടർ പമ്പ് ചെയ്യാനായിട്ട് ഒരു ട്യൂബ് കാണുന്നില്ലേ, അതാണ് വാട്ടർ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ പമ്പ്. പിന്നെ ഇതിന് താഴോട്ടാണ് നമുക്ക് ഒരു ചെറിയൊരു വാട്ടർ ടാങ്ക് പോലെ, താഴേക്ക് കാണുന്ന ഭാഗത്ത് ഒരു ചെറിയ വാട്ടർ ടാങ്ക് പോലെ കാണാനായിട്ട് പറ്റും. അതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സ്ഥലം. അതായത് നമുക്ക് ഈ ഏരിയയിൽ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ട, ഈ ഏരിയയുടെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഫീച്ചേഴ്സൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എന്നൊന്നും പറയാനില്ല. അതായത് നമുക്കിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കണ്ടീഷനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് നമ്മളിപ്പോൾ വാങ്ങിച്ചപ്പോൾ സ്വിങ് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പോൾ ഇതാണെങ്കിലും ഈ ഐറ്റം ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത സൈഡിൽ കൂടെ ഒക്കെ പോകും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയുണ്ട്. പിന്നെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ കണ്ടോ, താഴെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എത്രമാത്രം വെള്ളം ഇനി ബാക്കിയുണ്ടെന്നുള്ളത് നമുക്കിത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്വിങ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നമാണുള്ളത്. അതല്ലാത്ത പക്ഷം നമുക്ക് കുറച്ച് നേരം വാട്ടർ പമ്പും അടക്കം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഈ റൂമിനകത്ത് കിട്ടുന്നത്. അതായത് ഇവിടെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്, നല്ല സമ്മറാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഏറ്റവും മുകളിൽ ഫ്ലാറ്റിലുമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അറിയാലോ, ഭയങ്കര ചൂട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ആവി ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പെട്ടെന്ന് പോയിട്ട് ഓടിപ്പോയിട്ട് വാങ്ങാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു മിസ്സിങ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് ഒക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ തന്നെ, മുമ്പൊക്കെ നമുക്ക് ഉറങ്ങാൻ തന്നെ പറ്റാത്ത പോലെയാണ് ചൂട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടിയും ഇപ്പം അധികം പൈസയൊക്കെ അഫോർഡബിൾ അല്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. 6500 ആണ് വരുന്നത്. ഇതിന് കുറഞ്ഞ റേറ്റിലുണ്ട്. നമുക്ക് ഓൺലൈൻ ഷോപ്സിലൊക്കെ 6000 അല്ലെങ്കിൽ 5000 ഒക്കെ റേഞ്ചിൽ നമുക്ക് കൂളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, പല സൈസിലും പല മോഡലിലും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇതിൽ അകത്ത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. സൈഡിൽ ഹണിക്കോമ്പാണ് കണ്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി മോയ്സ്ചർ റിട്ടൈൻ ചെയ്യാനും അതുപോലെ ഒരു കൂളിംഗ് എഫക്റ്റ് തരാനായിട്ട് 2 സൈഡിലും ഉണ്ട്, ബാക്കിലും ഉണ്ട് കേട്ടോ. കൂളിംഗ് എഫക്റ്റ് തരാൻ വേണ്ടിയിട്ടും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഇട്ടിട്ട് കാണിച്ചു തരാം. അതുപോലെ വാട്ടർ പമ്പ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം കാറ്റാണ്, നമുക്ക് ഒന്നും പിന്നെ വോയിസ് ഒന്നും ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്ന വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അതുപോലെ വാട്ടർ പമ്പ് ചെയ്യണതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇപ്പോൾ ഫാനാണ് ഓണാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വാട്ടർ പമ്പ് കൂടി ഓണാക്കി വരുമ്പോഴാണ് ശരിക്കും കൂളിംഗ് കിട്ടുന്നത്. ഞാനത് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ,
അതായത് അങ്ങനെയാണ് പമ്പാവുന്നത്, വാട്ടർ പമ്പാവുന്നത്. അപ്പോൾ ആ പമ്പാവുന്നതോട് കൂടി നമുക്ക് ആ സ്ട്രക്ചറൊക്കെ, ഹണിക്കോം സ്ട്രക്ചറൊക്കെ നന്നായിട്ട് നനഞ്ഞ് കൂളിങ് റിട്ടേൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മോയ്സ്ചർ റിട്ടേൺ ചെയ്യുമ്പം അതിൽ നിന്ന് കൂളിങ് നല്ല രീതിക്ക് തന്നെ റൂം ഫുള്ള് തന്നെ നല്ല കൂളാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നല്ലതാണ്. പക്ഷേ ചെറിയൊരു ഡിഫക്റ്റ് ഉള്ളത് ആ സ്വിങ് വർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു എ സി ഒക്കെ അഫോർഡ് ചെയ്യാനായിട്ട് അഫോർഡബിൾ അല്ലാത്തവർക്ക് പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് കൂളർ കേട്ടോ. അപ്പോൾ ഇത് വാങ്ങുന്നത് കൊണ്ട് തണുപ്പ് കിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ വാങ്ങിക്കഴിഞ്ഞ് യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ 2 നൈറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ വാങ്ങിയിട്ട് 2 നൈറ്റ് യൂസ് ചെയ്തപ്പം ഏകദേശം നല്ല ഗുണമുള്ളൊരു ഐറ്റം തന്നെയാണ്. നമുക്കിവിടെ എ സി ഫിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കൂളറാണ് നമുക്കുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ കൂളർ നല്ലതാണ്. അതായത് ഇനി നെക്സ്റ്റ് ഇപ്പോൾ മഴയൊക്കെ ആയിരിക്കുമല്ലോ നാട്ടിൽ. അപ്പം നെക്സ്റ്റ് വേനൽ വരുമ്പോഴത്തേക്കും എ സി അഫോർഡബിൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൂളർ നല്ല ഓപ്ഷനാണ് കേട്ടോ. നല്ല തണുപ്പ് കിട്ടും. വെള്ളം ഒഴിക്കുന്ന കൂളറാണ് കുറച്ചുകൂടി ബെറ്റർ. കുറച്ചുകൂടി ആ മോയ്സ്ചർ കാരണം തണുപ്പൊന്ന് നിൽക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലൊന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ. ഓക്കെ, ബൈ.